വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രം കിട്ടിയാൽ മതി. ഇക്ക എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് വന്നതെന്നോ, നമ്മളുടെ സർവീസ് ഇക്കയ്ക്ക് ഓക്കെ ആയിരുന്നോ, അല്ലെങ്കിൽ ഇക്കയ്ക്ക് എങ്ങനെയാണെന്ന് ഫീൽ ചെയ്ത് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒന്ന് പറയാമോ? വേറെ ഒന്നുമല്ല, ഇപ്പൊ അറിയാലോ, ഇപ്പൊ എല്ലാവരും സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇക്ക ഉൾപ്പെടെ അവിടെ വന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടൊക്കെ കാണുന്നത് ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തു തീർക്കുമോ, ഇവർ പറയുന്നത് മുഴുവൻ സത്യമാണോ, അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ ആദ്യം വരുന്ന ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ ഉണ്ടാവില്ലേ? അപ്പൊ അത് എങ്ങനെയായിരുന്നു? അത് ജസ്റ്റ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവുന്ന സത്യം തന്നെ, സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാരാണ്, എന്തായാലും ഉണ്ടാവും. എനിക്കെന്താന്ന് വെച്ചാൽ എനിക്ക് അതിന് പോവാനും വരാനും സമയമില്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇത് കിട്ടുമോ കിട്ടൂലേ എന്നുള്ള ഒരു ഡൗട്ടും ഉണ്ടായിരുന്നുണ്ട്. സാലറി ആയിട്ട് ട്രാൻസ്ഫർ ആയിട്ട് എന്റെ വേറെ പിന്നിലുള്ള പ്രശ്നങ്ങളൊന്നും, ബാങ്കിന്റെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഇതുവരെ ലേറ്റ് പേയ്മെന്റോ ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷെ ഇത് കിട്ടുമോ കിട്ടൂല എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അറിയാനുള്ള ഒരാളെ ഏൽപ്പിക്കണമെന്നുള്ള രീതിയിലാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. അത് വേറെ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തു. ഇക്കടെ കേസിൽ അല്പം ഡിലേ വന്നു. അതായത് ചില പേരുകൾ വന്ന് വേൾഡ് ചെക്കിന് പോയപ്പോ ഉണ്ടായ ഒരു ഡിലേ അല്ലെ? ഇപ്പൊ ഇങ്ങനൊരു ഡിലേ ഇക്ക എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ശരിക്കും ഇല്ല, ഞാനിത് എനിക്ക് 8ഓളം ക്രെഡിറ്റ് കാർഡ് ഞാൻ എടുത്തും സറണ്ടർ ചെയ്ത് തീർന്നതാണ് ഏകദേശം. ആകെ ഞാൻ ബാങ്ക് എന്ന് പറയുന്നത് ADIBയിലും FIBയിലും ഉള്ള ബാങ്ക് ക്രെഡിറ്റ് കാർഡ് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. ബാക്കിയെല്ലാം കിട്ടി. ഞാൻ പലതും സറണ്ടർ ചെയ്തു. ആകെ 3 കാർഡേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ സറണ്ടർ ചെയ്തതാണ്. മനസ്സിലായി. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു വേൾഡ് ചെക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ? അതെ, പൊട്ട. ഓക്കെ, ഇക്ക നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ്, നമ്മളുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ ആൾക്ക് സ്വാഭാവികമായിട്ടും പല സംശയങ്ങളുണ്ടാവും. ഇതിങ്ങനെ ജനുവിനാണോ, ഇവർ നമ്മൾ പറ്റിക്കപ്പെടുമോ, അല്ലെങ്കിൽ നമ്മൾ അല്ലേ, ഒത്തിരി കൂട്ടം സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാം. ഇക്ക എങ്ങനെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതെന്നും, അല്ലെങ്കിൽ ഇക്ക നമ്മുടെ സർവീസ് ഇക്കയ്ക്ക് അത് ഓക്കെ ആയിരുന്നോ എന്നും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇക്ക ഒന്ന് പറയാമോ? എങ്ങനെയാണ് അതിന്റെ ഒരു സംഭവം എന്ന്? സർവീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. ഇങ്ങനെ ഒരു ഇതുണ്ട്. അതായത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 1 മാസത്തെ സാലറി ഇതിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളൂ. എൻ്റെ ബാങ്ക് അക്കൗണ്ട് സഹിതം എനിക്ക് പുതിയതാണ്. അതായത് 3 മാസത്തിന് മുമ്പ് തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടാണ്. അതിൽ ജോയിൻ ചെയ്തിട്ടും 1 മാസത്തെ സാലറി ട്രാൻസ്ഫർ ആയിട്ടുള്ളൂ. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് മന്ത് വരുന്ന അന്ന് ട്രാൻസ്ഫർ ആയതേ ഉള്ളൂ. ഇവിടെ നിങ്ങളെ സമീപിക്കുന്ന അന്ന് ട്രാൻസ്ഫർ ആയതേ ഉള്ളൂ. മനസ്സിലായി. ഇത് സ്വാഭാവികമായിട്ട് 3 months ബാങ്ക് ട്രാൻസ്ഫർ വേണമെന്ന് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട്, അത് കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത് അറിയണം. അറിഞ്ഞിട്ട് നമുക്ക് കാല് വെച്ചാൽ മതിയല്ലോ. അപ്പൊ അത് അറിയാനുള്ള ആളുകളിൽ ഇപ്പൊ ഇക്കത് പറഞ്ഞോണ്ട് ഞാൻ പറയാം, ഇടയ്ക്ക് കയറി പറയാണ്. അതായത് എല്ലാവരും ഇപ്പൊ വിചാരിക്കുന്നപ്പോ നമ്മുടെ പല വീഡിയോസും കാണുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള നിലയ്ക്കാണ് ആൾക്കാർ പുറമേ ആൾക്കാർ ചിന്തിക്കുക. അപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞ ഇതുപോലെ 3 മാസത്തെ ഇത് വേണമെന്നും പ്രൊഫഷൻ പീരീഡ് കഴിയണമെന്നുള്ളതും മാൻഡറി ആണ് ചില കേസുകളിൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. ഇക്കടെ കേസ് അത് ഓവർകം ചെയ്യാവുന്ന, അതായത് ഡോക്യുമെന്റ് അങ്ങനെ ഓവർകം ചെയ്യാവുന്ന ഡോക്യുമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അതല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, കേൾക്കുന്ന ആൾക്കാർ ഇവന്മാര് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യം ചെയ്തു തരുന്നത്, അതങ്ങനെ സംഭവം ഇതിനകത്തില്ല. അത് തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ ഇതാക്കാം. അതായത് എൻ്റെ ബാങ്ക് സാലറി ട്രാൻസ്ഫർ ആവുന്നത് ഒരു കമ്പനിയിൽ നിന്ന്, എനിക്ക് സാലറി പേയ്മെന്റ് സ്ലിപ്പ് കിട്ടുന്നത് വേറൊരു കമ്പനിയിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണെങ്കിലും ഒരേ കമ്പനിയാണ്. അതിന്റെ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് ചെയ്യണ ഒരു പ്രൊഫഷണലിനെ കണ്ട് കൊടുക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്നത്. അതൊക്കെ അവരുടെ അറിയാവുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഒരു ഇത് വന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ അതിനെന്താണ് ഇത് ഇങ്ങനെയല്ല ഇത് ചോദിക്കും. വൺ ടൈം വേൾഡ് ചെക്കാണ്. അതായത് ഇത്രയും ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മളൊരു അത് വീണ്ടും വേൾഡ് ചെക്കിൽ പോകും എന്ന് പറയുമ്പോൾ അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. മനസ്സിലായി. അത് കാരണം ഒരു ചെറിയ ഡിലേ വരാനുള്ള കാരണം. ഇത് നമ്മൾ ഒരാളോട് ആദ്യമേ പറയും, അതായത് നിങ്ങൾ ആദ്യം ഡോക്യുമെന്റ് ഒന്ന് അയച്ചു താട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരിക്കും. ഇനി ഞാൻ ഡോക്യുമെന്റ് അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ അടുത്ത് പെട്ടുപോകുമോ, അല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള കേസുകളൊക്കെ ആൾക്കാർക്ക് സംശയം വരും. ഇപ്പോൾ ഇത്രയും കാർഡ് എടുത്ത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇത്ര നല്ല ഒരു പ്രൊഫൈലുള്ള ഒരാൾക്ക് ഇത് വേൾഡ് ചെക്കിന് പോവുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇക്കയുടെ പേര് ഈ സയ്യിദ് എന്നുള്ളൊരു പേരായതുകൊണ്ട് അതായത് ചില പേരുകളുടെ ഇതാണ് കേട്ടോ. എടുത്തു പൂസയുടെ അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സയ്യിദ് എന്നുള്ളൊരു പേര് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഇതുണ്ട്. അത് ചില പേരുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഇക്ക പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഡോക്യുമെന്റ് എന്തോ അത് അതായത് 1.5 ആഴ്ചക്ക് മേലെ പോയി. അതെ, അത്രയും സിമ്പിളാണ് ഇത്. പിന്നെ ഉണ്ടാവുന്ന സിഗ്നേച്ചർ ഇപ്പം നമ്മൾ ഒരാളോട് പറയും, അതായത് ഇപ്പോൾ ഇക്കടുന്ന സിഗ്നേച്ചർ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ ഡെയിലി സിഗ്നേച്ചർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഇപ്പോൾ പോയിട്ടൊന്ന് ബാങ്കിൽ പോയി, അതായത് ചിലരുണ്ടാവും നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെക്കിന് ചെയ്തിട്ടുണ്ടാവില്ല, വേറെ എങ്ങനെ ചെക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, ചെക്ക് എങ്ങനെ എഴുതണമെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരായിരിക്കും. അവരോടൊക്കെ നമ്മൾ ആദ്യമേ പറയും ഒന്ന് സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്തോളാൻ പറയും. കാരണം ഇവരൊക്കെ സിഗ്നേച്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഒരാൾ ഈ സിഗ്നേച്ചർ ഒരു മിസ്മാച്ച് ഉണ്ടാകുന്നോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ശരിയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോഴേക്ക് എൻ്റെ അക്കൗണ്ട് ഓക്കെ ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് വീണ്ടും ആ സംസാരത്തിൽ വന്നില്ല. അതാണ് അപ്പോൾ രണ്ടാണ് കാരണം. സാധാരണ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരോടും ഇത് സൂചിപ്പിച്ച് വയ്ക്കും. ചിലവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ സ്ഥിരം ചെയ്യുന്ന സിഗ്നേച്ചർ ആകുമ്പോൾ ഇതിനൊരു അപ്ഡേഷൻ്റെ ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരാണ് അവരുടെ സിഗ്നേച്ചർ എന്നും ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയില്ല. അതുകൊണ്ടും അതിനകത്ത് എത്ര ദിവസം പോയി നമ്മുടെ അല്ലേ. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ശരിക്കും വേർത്താണെന്നൊക്കെ ഒരു വിശ്വാസമില്ല. ഇപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ച് വരുമ്പോൾ ഇല്ലേ. പിന്നെ ഞാൻ ഇനി വേറെ കാര്യം ചോദിക്കട്ടേക്ക. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരോടും പല ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾക്കറിയാവുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഒരാളോട് പറയുമ്പോൾ, ഇപ്പോൾ ഈവൻ ഞങ്ങളുടെ ഇപ്പോൾ വീഡിയോ ഒന്നും പതിയെ ആൾക്കാർ ഇപ്പോൾ കാണുള്ളൂ, വളരെ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. എന്നാൽ തന്നെ അവർക്കൊരു സംശയം ഉണ്ടാവും, ഇവർ മുഴുവൻ തള്ളാണോ അല്ലെങ്കിൽ അല്ലെ. ചിലരിപ്പോൾ കഥ കേൾക്കുമ്പോൾ ഇപ്പോൾ വേൾഡ് ചെക്കിന് പോയിട്ട് ടൈം ഡിലേ വരും അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഇക്കയുടെ ഇതിനകത്ത് ഇക്ക എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇക്കയാണ് ഈ ഇങ്ങനെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്, ഇക്കയാണ് ഒരു കസ്റ്റമറെ ഇപ്പോൾ സ്വാധീനിക്കുന്നതെങ്കിൽ അവരോട് എന്തായിരിക്കും പറയുക? നിങ്ങൾക്ക് എങ്ങനത്തെ സർവീസാണ് ഞങ്ങൾ ചെയ്തു തരിക എങ്ങനെയായിരിക്കും ഇക്ക അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക അവരോട്? യഥാർത്ഥ സ്വഭാവത്തിന് ഞാൻ ഇതൊന്നും പറയില്ല എന്നുള്ളതാണ്. അതെ, നമുക്ക് ആ ജോലിയാണെങ്കിൽ നമ്മൾ ആ കൺവിൻസ് അല്ല എന്തായിരിക്കും പറയുക? അതായത് നിങ്ങൾക്ക് കാർ എവിടെ കണ്ടാലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരും എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് എങ്ങനെയായിരിക്കും? ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർ ചോദിക്കും, അപ്പോൾ നിങ്ങൾ നേരിട്ട് കാശ് കൊടുക്കുമോ അവർക്ക് നിങ്ങൾ? അപ്പോൾ വണ്ടി വാങ്ങിക്കുമോ? വണ്ടി വാങ്ങിച്ചിട്ട് അപ്പോൾ ബാങ്ക് ലോണല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുക. ഇങ്ങനെ 100 സംശയങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇക്കയുടെ ഒരു വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് വളരെ ഈസി ആയിട്ട് പറയുക? കാശ് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തു തരും, പക്ഷെ അതിനുള്ള സർവീസ് ചാർജസ് നമ്മൾ ഈടാക്കും എന്നുള്ളത് നമുക്ക് പറഞ്ഞല്ലേ പറ്റും. മനസ്സിലായോ? അല്ല അത് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഇക്കയുടെ അനുഭവം എങ്ങനെയായിരുന്നു? ഇക്കൊരു വണ്ടി കണ്ടു അല്ലേ, ആ വണ്ടിക്ക് നമ്മളപ്പോൾ തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചു, പിന്നെ അതിൻ്റെ 0 ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് നമ്മൾ ബാങ്കിൽ തന്നെ ചെറിയ EMI ആക്കിയിട്ട് അത് സെറ്റാക്കി തന്നു. അതുപോലെ ഇപ്പൊ നമ്മുടെ സർവീസിൽ ഹാപ്പി അല്ലേ? അതെ, തീർച്ചയായും. അപ്പം ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഞാനൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 10 ആൾ കാണുമ്പോൾ ഇവരെ വിശ്വസിക്കാവോ എന്നുള്ളൊരു പോയിന്റിലേക്ക് ഒന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. തീർച്ചയായും. താങ്ക് യു.